നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും പ്രവാസി വിശേഷങ്ങൾ എന്ന ഇമെയിൽ ഐഡിയിലൂടെ നിങ്ങൾക്ക് ഞങ്ങളിലേക്ക് എത്തിക്കാവുന്നതാണ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. തൊഴിലുടമയുടെ ചൂഷണം മൂലം കൃത്യസമയത്ത് ശമ്പളം ലഭിക്കാതെ നിരവധി പ്രവാസികളാണ് ഗൾഫ് രാഷ്ട്രങ്ങളിൽ ബുദ്ധിമുട്ടിൽ കഴിയുന്നത്. ഇതുമൂലം നാട്ടിലുള്ള കുടുംബങ്ങൾക്ക് പോലും ചിലവിനായി പണം അയക്കാൻ കഴിയാതെ നിസ്സഹായരാകേണ്ട അവസ്ഥയും ഉണ്ടായിട്ടുണ്ടാകാം. എന്നാൽ ഇതിന് തടയിടാൻ പുതിയ നീക്കവുമായി എത്തിയിരിക്കുകയാണ് അബുദാബി ലേബർ കോടതി. തൊഴിലാളികൾക്ക് അർഹമായ ശമ്പളം അതും കൃത്യസമയത്ത് തന്നെ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനാണ് നടപടികൾ. ഒന്നുകിൽ 30 മാസത്തേക്ക് ഇൻഷുറൻസ് പോളിസി എടുക്കുകയോ അല്ലെങ്കിൽ തൊഴിലാളിയുടെ പേരിൽ 3000 ദിർഹം ബാങ്ക് ഗ്യാരണ്ടി കെട്ടിവയ്ക്കുകയോ ചെയ്യണമെന്നാണ് പുതിയ നിർദ്ദേശം. ഏതെങ്കിലും കാരണവശാൽ ശമ്പള കുടിശ്ശിക വന്നാൽ ഈ തുക ഉപയോഗിച്ച് ആനുകൂല്യം നൽകുകയാണ് പുതിയ നടപടിയിലൂടെ ലക്ഷ്യമിടുന്നത്. ശമ്പള കുടിശ്ശിക പരാതി വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് തീരുമാനം. തൊഴിലാളികൾക്ക് നിയമം അനുശാസിക്കുന്ന അവകാശം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് അബുദാബി ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി. 1 വർഷ കാലയളവിലേക്കാണ് തുക കെട്ടിവെക്കേണ്ടത് എങ്കിലും സ്വമേധയാ ഇത് പുതുക്കും. ബാങ്ക് ഗ്യാരണ്ടി കെട്ടിവെക്കാത്ത കമ്പനികൾ തൊഴിലാളികളുടെ പേരിൽ ഇൻഷുറൻസ് പോളിസി എടുത്തിരിക്കണം. വിദഗ്ധ തൊഴിലാളികൾക്ക് 137.50 ദിർഹം, അവിദഗ്ധർക്ക് 180 ദിർഹം. വേതന സുരക്ഷാ പരിരക്ഷയിൽ രജിസ്റ്റർ ചെയ്യാത്ത ഉയർന്ന അപകട സാധ്യതയുള്ള സ്ഥാപനങ്ങൾ ഓരോ തൊഴിലാളിക്കും 250 ദിർഹം വീതം പ്രീമിയമുള്ള ഇൻഷുറൻസ് എന്നിവയാണ് എടുക്കേണ്ടത്. 20,000 ദിർഹത്തിന്റെ ഇൻഷുറൻസ് പരിരക്ഷയാണ് ലഭിക്കുക. അവസാന 120 പ്രവൃത്തി ദിവസത്തെ വേതനം, സേവനാനന്തര ആനുകൂല്യം, മടക്കയാത്ര, വിമാന ടിക്കറ്റ് എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും. മാനവശേഷി സ്വദേശിവത്കരണ മന്ത്രാലയത്തിന്റെയോ കോടതിയുടെയോ ഉത്തരവുണ്ടെങ്കിൽ മാത്രമേ ഈ തുക വിനിയോഗിക്കാനാകൂ. അതേസമയം UAE-യിൽ ജീവനക്കാർക്ക് കൃത്യസമയത്ത് തന്നെ മുഴുവൻ ശമ്പളവും ബാങ്ക് അക്കൗണ്ടുകൾ വഴി നൽകണമെന്ന മാനവ വിഭവശേഷി സ്വദേശിവത്കരണ മന്ത്രാലയം സ്വകാര്യ കമ്പനികൾക്ക് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. ശമ്പളം നൽകുന്നതിൽ വീഴ്ച വരുത്തിയാൽ കമ്പനികൾക്ക് പിഴ ചുമത്തും. രാജ്യത്തെ വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റം വഴി നിശ്ചിത തീയതികളിൽ തന്നെ ശമ്പളം നൽകണം. ദിവസക്കൂലിയാണ് നൽകുന്നത് എങ്കിലും പറഞ്ഞ സമയത്ത് അത് കൃത്യമായും മുഴുവനായും കമ്പനികൾ ജോലിക്കാർക്ക് നൽകണമെന്ന് മന്ത്രാലയം അറിയിച്ചിരുന്നു. വേതന സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 2016 ഉത്തരവ് 739 അനുസരിച്ച് മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ കമ്പനികളും WPS സബ്സ്ക്രൈബ് ചെയ്ത് സിസ്റ്റം വഴി ശമ്പളം നൽകണം. മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്വകാര്യ മേഖലയിലെ കമ്പനികൾ UAE-യിലെ ഒരു ബാങ്കിൽ അക്കൗണ്ട് തുറക്കണം. ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ തൊഴിലുടമയുടെ ബാങ്കിനെയോ ഏജന്റിനെയോ അധികാരപ്പെടുത്തരുത്. ബാങ്കുകൾ വഴി അല്ലാതെ ഇത്തരം സേവനങ്ങൾ നൽകുന്ന അംഗീകൃതവും അംഗീകാരമുള്ളതുമായ ധനകാര്യ സ്ഥാപനങ്ങൾ വഴിയും ശമ്പള കൈമാറ്റം നടത്താമെന്നും നിർദ്ദേശത്തിൽ വ്യക്തമാക്കിയിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.